2024 നടക്കാനിരിക്കുന്ന സെറ്റ് എക്സാമിന് നമ്മൾ കൊമേഴ്സ് പേപ്പർ 2 പ്രിപ്പറേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സെറ്റ് എക്സാമിന് കൊമേഴ്സിൽ സിലബസ് അറിയണം. സിലബസ് പ്രകാരം 6 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. എക്സാമിന് ഓരോ യൂണിറ്റിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൽ ചിലപ്പോഴൊക്കെ മാറ്റമുണ്ടാവും, കൃത്യമല്ല, എന്നാലും ഏകദേശം 20 ക്വസ്റ്റ്യൻസ് ഒരു യൂണിറ്റിൽ നിന്ന് വെച്ച് 6 യൂണിറ്റിൽ നിന്ന് ആകെ 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആൻസർ ചെയ്യേണ്ടതായിട്ട് വരിക. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ്, അങ്ങനെ 120 മിനിറ്റ്സ് ആയിരിക്കും പേപ്പർ 2 കൊമേഴ്സ് എക്സാം. നമുക്ക് ആദ്യം അറിയേണ്ടത് നമ്മുടെ യൂണിറ്റ് 1 ആയിട്ടുള്ള മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജി. നമ്മൾ പറഞ്ഞു 6 യൂണിറ്റ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജി. യൂണിറ്റ് 1 5 മൊഡ്യൂൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. മൊഡ്യൂൾ 1 പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെന്റ്, ഡെവലപ്മെന്റ് ഓഫ് മാനേജ്മെന്റ് തോട്ട്, സയന്റിഫിക് മാനേജ്മെന്റ്, ഫങ്ഷണൽ മാനേജ്മെന്റ്, ട്രഡീഷണൽ വേഴ്സസ് മോഡേൺ മാനേജ്മെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലവണ്ണം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട പാഠഭാഗമാണ്. നെക്സ്റ്റ് മൊഡ്യൂൾ 2 പറയുന്നത് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, മോട്ടിവേറ്റിംഗ്, കൺട്രോളിംഗ്. ഇതെല്ലാം മാനേജ്മെന്റ് ഫങ്ഷൻസ് ആണ്. നന്നായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ ചില ഫങ്ഷൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിങ്ങിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മൊഡ്യൂൾ 3 ഓർഗനൈസേഷണൽ ബിഹേവിയർ, ബേസിക് കോൺസെപ്റ്റ്സ്, തിയറീസ്, അണ്ടർസ്റ്റാൻഡിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ, OD. മൊഡ്യൂൾ 4 സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ബേസിക് കോൺസെപ്റ്റ്സ്, അപ്രോച്ചസ് ടു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്, മോഡൽസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. വളരെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഭാഗമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട ഭാഗങ്ങളാണ്. മൊഡ്യൂൾ 5 സ്ട്രാറ്റജിക് പ്ലാനിംഗ്, സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ, സ്ട്രാറ്റജിക് കൺട്രോൾ സിസ്റ്റം, മൈക്കൽ പോർട്ടേഴ്സ് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി. അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണ് യൂണിറ്റ് 1. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1 മൊഡ്യൂൾ 1 സ്റ്റാർട്ടിംഗ് ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പക്ഷേ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതും അറിയുന്നതുമായ കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, മാനേജ്മെന്റ് എന്താണ്? മീനിങ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ഇന്റർ റിലേറ്റഡ് ഫങ്ഷൻസ് ദാറ്റ് ആർ പെർഫോംഡ് ബൈ ഓൾ മാനേജേഴ്സ്. ഒരു ബിസിനസ്സിൽ എല്ലാ മാനേജേഴ്സും കോമൺലി പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ സീരീസിനെ, ആ ഫങ്ഷൻസിനെയാണ് നമ്മൾ പറയുന്നത് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജർ മാത്രം ചെയ്യുന്നതല്ല. മാനേജർ മറ്റുള്ള ആളുകളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് നേടിയെടുക്കുന്ന ആ ഒരു കാര്യം, ആ ഒരു ആർട്ടിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയാം. Management is how business organize and direct workflow, operation and employees to meet company goals. ഒരു കമ്പനിക്ക് എപ്പോഴും ഒരു ഗോൾ ഉണ്ടായിരിക്കും. ആ ഗോള് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ബിസിനസ് ഓർഗനൈസ് ചെയ്യുന്നത്, അതുപോലെ വർക്ക് ഫ്ലോ, ഓപ്പറേഷൻസ്, എംപ്ലോയീസ്, ഇതിനൊക്കെ എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, ഇതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് മാനേജ്മെന്റിന്റെ മീനിങ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡെഫിനേഷൻ ഓഫ് മാനേജ്മെന്റ് ആണ്. ഡിഫറെന്റ് ഓതേഴ്സ് ഡിഫറെന്റ് രീതിയിലാണ് മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഹെൻറി ഫയോളിന്റെ ഡെഫിനേഷൻ ആണ്. ഹെൻറി ഫയോൾ ആരാണ്? ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ഓഫ് മാനേജ്മെന്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്, അപ്പൊ അത് ശ്രദ്ധിക്കണം. According to Henry Fayol, to manage is to forecast and to plan, to organize, to command and to coordinate and to control. According to Henry Fayol, മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്?
കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫങ്ഷൻസ് ചെയ്യുന്നതാണ്. മാനേജർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ മാനേജ് ചെയ്തു എന്ന് പറയാം. എന്തൊക്കെ ചെയ്യണം? ഫോർകാസ്റ്റ് ചെയ്യണം, മുൻകൂട്ടി കാര്യങ്ങൾ കാണണം, പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, കമാൻഡ് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം ആക്ടിവിറ്റീസ്, ദെൻ കൺട്രോൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറയാം? മാനേജ് ചെയ്തു എന്ന് പറയാം, അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ. ഓക്കെ, നെക്സ്റ്റ് ആണ് അക്കോർഡിംഗ് ടു പീറ്റർ എഫ് ഡ്രക്കർ, മാനേജ്മെന്റ് ഈസ് എ മൾട്ടി പർപ്പസ് ഓർഗൻ ദാറ്റ് മാനേജസ് ബിസിനസ് ആൻഡ് മാനേജസ് മാനേജേഴ്സ് ആൻഡ് മാനേജസ് വർക്കേഴ്സ് ആൻഡ് വർക്ക്. അക്കോർഡിംഗ് ടു പീറ്റർ എഫ് ഡ്രക്കർ, മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി പർപ്പസ് ഓർഗൻ ആണ്. ഒരുപാട് പർപ്പസ് ഉള്ള, ഒരുപാട് ലക്ഷ്യങ്ങളുള്ള ഒരു കാര്യമാണ്. അതിലെ കുറെ കാര്യങ്ങൾ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിസിനസ് മാനേജ് ചെയ്യുന്നുണ്ട്, മാനേജേഴ്സിനെ മാനേജ് ചെയ്യുന്നുണ്ട്. ടോപ്പ് മാനേജർ ആണെന്നുണ്ടെങ്കിൽ മിഡിൽ ലെവലിനെയും ലോവർ ലെവലിനെയും മാനേജ് ചെയ്യുന്നു. ഇനി മിഡിൽ ലെവൽ മാനേജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ലോവർ ലെവൽ മാനേജേഴ്സിനെ മാനേജ് ചെയ്യുന്നു. അപ്പം ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്നു, മാനേജേഴ്സിനെ മാനേജ് ചെയ്യുന്നു, വർക്കേഴ്സിനെ മാനേജ് ചെയ്യുന്നു, അതുപോലെ വർക്ക് മാനേജ് ചെയ്യുന്നു. ഈ 4 കാര്യങ്ങളെ മാനേജ് ചെയ്യുന്ന ഒരു മൾട്ടി പർപ്പസ് ഓർഗൻ ആണ് മാനേജ്മെന്റ്, അക്കോർഡിംഗ് ടു പീറ്റർ എഫ് ഡ്രക്കർ. നെക്സ്റ്റ് ഡെഫിനേഷൻ അക്കോർഡിംഗ് ടു FW ടൈലർ, മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് നോയിങ് what you want to do and then seeing that they do it in the best and cheapest way. Okay, according to FW Taylor. FW Taylor is the father of scientific management. According to FW Taylor, management എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്. എന്ത് ആർട്ടാണ്? എന്താണ് നമുക്ക് വേണ്ടത്? വാട്ട് യു വോണ്ട് ടു ഡു, നമുക്ക് എന്ത് ചെയ്യാനാണ് ആഗ്രഹം അത് അറിയുന്നത്. നോയിങ് വാട്ട് യു വോണ്ട് ടു ഡു, നമുക്ക് എന്ത് വേണം എന്നുള്ളത് അറിയണം. അതുപോലെ തന്നെ ആ നമുക്ക് വേണ്ട കാര്യം ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം, എങ്ങനെ ചെയ്യാം എന്നുള്ളതും അറിയണം. അക്കോർഡിംഗ് ടു FW ടൈലർ നമുക്ക് 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, വാട്ട് യു വോണ്ട് ടു ഡു, ഇനി അത് എങ്ങനെ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേയിൽ ചെയ്യാൻ പറ്റും. ഈ 2 കാര്യങ്ങൾ അറിയാനുള്ള അറിയുന്ന ആർട്ടാണ് മാനേജ്മെന്റ്, അക്കോർഡിംഗ് ടു FW ടൈലർ. നെക്സ്റ്റ് ഡെഫിനേഷൻ അക്കോർഡിംഗ് ടു ലൂയിസ് അലൻ. സിമ്പിൾ ഡെഫിനേഷൻ ആണ്, മാനേജ്മെന്റ് ഈസ് വാട്ട് എ മാനേജർ ഡസ്. ഒരു മാനേജർ എന്ത് ചെയ്യുന്നോ അതാണ് മാനേജ്മെന്റ്. മാനേജർ എന്താ ചെയ്യുക? മാനേജറിന്റെ ഫങ്ഷൻസ് ആണ്. സോ അതൊക്കെ എന്താണ് മാനേജ്മെന്റിൽ എന്ന് പറഞ്ഞ ടേമിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് അക്കോർഡിംഗ് ടു മേരി പാർക്കർ ഫോളറ്റ്, മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് നേടിയെടുക്കാനായിട്ടുള്ള ആർട്ടിനെയാണ് മാനേജ്മെന്റ്. ആ ഒരു ആർട്ടാണ് മാനേജ്മെന്റ്. ഈ ഡെഫിനേഷൻസ് പഠിച്ചു വെക്കുക. നമുക്ക് ഒരു സൈഡിൽ മുഴുവനും നമുക്ക് എന്ത് തരും? ഓതേഴ്സിന്റെ പേരും ഇപ്പുറത്തെ സൈഡിൽ ഡെഫിനേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്കത് മാച്ച് ചെയ്യാനായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ ഒരു ഡെഫിനേഷൻ തന്ന് ഇതാര് പറഞ്ഞതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേര് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് ഡെഫിനേഷൻസ് നമുക്ക് അറിയണം.